ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് വണ്ടികളുടെ ഫൈൻ ഓൺലൈനായിട്ട് അടയ്ക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ സ്പീഡിന് ഫൈൻ കിട്ടിയ ഒരു വണ്ടിയുടെ ഫൈൻ നമ്മൾ MVDയിലേക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കാണാം. അതിനു മുൻപ് ഒരു കാര്യം പറയാം. സ്റ്റേറ്റ് ഹൈവേയിൽ 80 km/h മുകളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഫൈൻ കിട്ടും. നാഷണൽ ഹൈവേയിൽ 90 km/h മുകളിൽ പോവുകയാണെങ്കിൽ ഫൈൻ കിട്ടും. കാറുകളുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും പ്രൊസീജിയർ നോക്കാം. അപ്പോൾ പ്രൊസീജിയർ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് MVDയുടെ സൈഡിൽ കയറി പേയ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു, നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് അതിനകത്ത് നമ്മൾ കേരള MVD ഓൺലൈൻ ഫൈൻ പേയ്മെൻ്റ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് കുറച്ച് ലിങ്കുകൾ കാണിച്ചു തരും. ഗൂഗിളിൽ തന്നെ കുറച്ച് ലിങ്കുകൾ കാണിച്ചു തരും. അതിൽ MVDയുടെ പേയ്മെൻറ്റ് എന്നുള്ള പേജിലേക്ക് പോകാനുള്ള ഒരു ലിങ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ പേയ്മെൻറ്റിൽ എന്നുള്ള ലിങ്കിലാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത്. അങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ MVDയുടെ പേയ്മെൻറ്റിൻ്റെ പേജിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നമ്മളൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക. സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഓൺലൈൻ സർവീസ് എന്നുള്ള ഒരു ലിങ്കിലേക്കുള്ള ഓപ്ഷൻ കാണാവുന്നതാണ്. അപ്പോൾ ഓൺലൈൻ സർവീസ് എന്നുള്ള ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അത് നേരെ നമ്മുടെ ഓൺലൈൻ സർവീസിൻ്റെ പേജിലേക്ക് പോയി അവിടെ നമുക്കൊന്ന് ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഫൈൻ റെമിറ്റൻസ് ക്യാമറ സർവൈലൻസ് കേരള പോലീസ്, പിന്നെ അതിന് താഴെയായിട്ട് തന്നെ നമുക്ക് ഉണ്ടാകുന്നതാണ് ഫൈൻ റെമിറ്റൻസ് ക്യാമറ സർവൈലൻസ് എന്നുള്ളത്. നമ്മളിപ്പോൾ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ വണ്ടി ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹൈവേയിൽ നിന്നായതുകൊണ്ടാണ് നമ്മൾ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. ഫൈൻ റെമിറ്റൻസ് ക്യാമറ സർവൈലൻസ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ലിങ്ക് കിട്ടും. ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ അത് പോകുന്നത് MVDയുടെ സൈഡിനകത്താണ്. ഇതിവിടെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ നമ്പർ വ്യക്തമായി ടൈപ്പ് ചെയ്യണം. അതിനുള്ള ഫോർമാറ്റ് സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം നമ്മൾ ഗോ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ ഗോ എന്നുള്ള ഓപ്ഷൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിതിനകത്ത് വരും. അതായത് ഏത് മെത്തേഡിലൂടെയാണ് നമുക്ക് ഈ ഫൈൻ വന്നിട്ടുള്ളത്, എന്താണ് നോട്ടീസ് നമ്പർ, ഓണറിൻ്റെ പേരെന്താണ്, വണ്ടിയുടെ നമ്പർ ഏതാണ്, ലൊക്കേഷൻ എവിടെ വെച്ചിട്ടാണ് ഫൈൻ കിട്ടിയിട്ടുള്ളത്, ഡേറ്റും ടൈമും അതിനകത്ത് ഉണ്ടാവും, എന്ത് ഒഫൻസാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഒഫൻസ് സ്പീഡ് വയലേഷനാണ്, ആ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഏത് സെക്ഷനാണ് വയലേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഒഫൻസ് എമൗണ്ട് എത്ര രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത് എന്നുള്ളതിനകത്ത് ഉണ്ടാവും. അപ്പോൾ സെലക്ട് ചെയ്യാനുള്ളൊരു ചെക്ക് ബോക്സ് ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്ത ശേഷം പേ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ആ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പേയ്മെൻറ്റ് അടയ്ക്കാൻ നിങ്ങൾ തയ്യാറാണോ, ഷുവർ അല്ലേ എന്നുള്ളൊരു മെസ്സേജ് വരും. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പേ ത്രൂ നെറ്റ് ബാങ്കിങ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനുള്ളതുണ്ട്. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും നമ്മുടെ ഫോൺ നമ്പറും ടൈപ്പ് ചെയ്യാനൊരു ഓപ്ഷൻ വരും. അത് രണ്ടും ടൈപ്പ് ചെയ്ത ശേഷം നമ്മൾ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സ്ക്രീൻ വരും. ഓക്കെ, നമുക്ക് 5 മെത്തേഡിലൂടെയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിനകത്ത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് നെറ്റ് ബാങ്കിങ്ങും അതേമാതിരി തന്നെ നമ്മുടെ കാർഡ് വെച്ച് പേയ്മെൻ്റ് ആണ്. ഞാൻ ഇവിടെ നെറ്റ് ബാങ്കിങ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ബാങ്ക് സെലക്ട് ചെയ്യണം. ബാങ്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു GRN നമ്പർ അവിടെ കിട്ടുന്നതാണ്. ഈ GRN നമ്പർ കോപ്പി ചെയ്ത് വയ്ക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അങ്ങനെ GRN നമ്പർ കോപ്പി ചെയ്തിട്ട് നമ്മൾ അതിന് ഓക്കെ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ഓക്കെ എന്നുള്ള ഓപ്ഷൻ കൊടുത്തപ്പോൾ നമ്മുടെ നെറ്റ് ബാങ്കിങ്ങിലേക്കുള്ള ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ യൂസർ നെയിം പാസ്വേഡൊക്കെ വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. അതിനകത്ത് നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും. അവർ തന്നെ പറയുണ്ടാവും 1500 രൂപ ഡിഡക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്നുള്ളത്. അതെല്ലാം നമ്മൾ സക്സസ്ഫുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഒരു മെസ്സേജ് വരും. അതായത് നമ്മൾ സക്സസ്ഫുള്ളി പൈസ അടച്ചിട്ടുണ്ട് എന്ന് വരും. അങ്ങനെ അത് നമുക്ക് കിട്ടി. അങ്ങനെ അപ്പോൾ തന്നെ അടുത്തൊരു പ്രശ്നം വന്നിട്ട് smartweb.kerala.mvd.gov.in says unauthorized access എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ പ്രശ്നം എന്താണ്, നമ്മൾ പൈസ അടച്ചു പക്ഷെ നമുക്ക് റെസീപ്റ്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് റെസീപ്റ്റ് എടുക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനിപ്പോൾ ആദ്യം മുതൽ ഇത്രയും ചെയ്ത പ്രൊസീജിയർ അതേപോലെ ആദ്യം തന്നെ ചെയ്യുക. അതായത് കേരള MVDയുടെ സൈഡിൽ കയറി പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്ത ശേഷം അതിനകത്തുള്ള ഓൺലൈൻ സർവീസ് എന്നുള്ളത് സെലക്ട് ചെയ്ത ശേഷം ഓൺലൈൻ സർവീസിനകത്ത് ഫൈൻ റെമിറ്റൻസ് ക്യാമറ സർവൈലൻസ് സെലക്ട് ചെയ്യുക. അടുത്ത ലിങ്കിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ MVDയുടെ സൈഡിനകത്ത് തന്നു വണ്ടി നമ്പർ അടിച്ചു കൊടുക്കുക, ഗോ എന്നുള്ള ഓപ്ഷൻ അടിച്ചു കൊടുക്കുക.
അപ്പോൾ അതിനകത്ത് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതായത് പെൻഡിങ് MVD ചെക്ക് റിപ്പോർട്ട് ഡീറ്റെയിൽസ് ഓഫ് ഇന്ന ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് ഒരു നീല കളറിൽ റീട്രൈ ഓൾറെഡി അറ്റംപ്റ്റ് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ പറയും വണ്ടി നമ്പറും പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒരു ട്രഷറി എന്നുള്ളൊരു ഹെഡിങ്ങോട് കൂടിയിട്ട് കുറച്ച് ഡാറ്റാസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ റീട്രൈ എന്നുള്ളത് കൊടുക്കുക. റീട്രൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒന്നുകൂടി റീഫ്രഷ് ചെയ്ത് വരുന്നതായിരിക്കും. ആ റീഫ്രഷ് ചെയ്ത് വരുമ്പോൾ പറയുന്നുണ്ട് യുവർ ലേറ്റസ്റ്റ് പേയ്മെൻറ്റ് അറ്റംപ്റ്റ് ഈസ് നോട്ട് കൺഫേംഡ് ബൈ ബാങ്ക്. യു ആർ അഡ്വൈസ്ഡ് ടു കൺഫേം ദ ട്രാൻസാക്ഷൻ ബൈ ക്ലിക്കിംഗ് റീട്രൈ ബട്ടൺ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ അഗെയിൻ റീട്രൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അഗെയിൻ റീട്രൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ, ഒരു സ്ക്രീൻ വന്നിട്ടുണ്ട്. അത് വന്ന വഴി പെട്ടെന്ന് തന്നെ നമുക്ക് കേരള MVDയുടെ ഒരു മെസ്സേജ് വരുന്നുണ്ട്, പേയ്മെൻറ്റ് ചെയ്തത് സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് താഴെ പ്രിൻ്റ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒന്നുകിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് PDF ആയിട്ട് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനകത്തേക്ക് വരിക. എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതായിരിക്കും ബൈ.